കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ദുരന്തത്തിൽ ഇതുപോലെ സർക്കാർ വില്ലനായി മാറിയ ഒരു ദുരന്തവും കടന്നുപോയിട്ടുണ്ടാവില്ല. ഈ ചൂരൽമല വിഷയത്തിൽ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് അവരുടെ നഷ്ടപ്പെട്ടു പോയ ജീവിത സന്ധാരണ സൌകര്യങ്ങൾ പുനഃക്രമീകരിക്കുന്നതിന് അതിനെ സഹായിക്കുന്നതിനും കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി 776 കോടി രൂപ ഈ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രം കേരളത്തിലെ സ്വമനസ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ തന്നെ കണക്കാണ്. മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ അക്കൌണ്ടിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് വയനാടിനൊരു അക്കൌണ്ട് ഉണ്ടാകണമെന്ന പൊതു ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് അന്ന് ഇതുപോലെയുള്ള ഒരു അക്കൌണ്ട് ആരംഭിക്കുന്നത്. ആ അക്കൌണ്ടിലേക്ക് ഈ പറഞ്ഞ 776 കോടി രൂപ എത്തുന്നത്. അതിനു പുറമെ വയനാട്ടിലെ പത്രമാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. എത്രയോ സംഘടനകൾ, വ്യക്തികൾ ഇവിടെ വരികയും നൂറുകണക്കായ വീടുകളെന്ന് ഓഫർ ചെയ്യുകയും ചെയ്തു. ഇതേ ഒരു ദുരന്തമായിരുന്നു നിലമ്പൂരിൽ ഉണ്ടായിരുന്നത്, കവളപ്പാറ. ആ കവളപ്പാറയിൽ 72 ആളുകൾ അന്ന് മരണപ്പെട്ടു. 100ഓളം വീടുകൾ ഈ ദുരന്തത്തിൽ അന്ന് കുടുങ്ങിപ്പോയി. 6 മാസം കൊണ്ട് ആ വിഷയങ്ങൾ മുഴുവൻ നമ്മൾ തീർത്തു. ചൂരൽമല ഇഷ്യൂ പോലെ ആയിരുന്നില്ല നിലമ്പൂരിലെ ഇഷ്യൂ. നിലമ്പൂരിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ആ നിയോജക മണ്ഡലം ആകെ വെള്ളം കയറി. സർക്കാരിന്റെ റവന്യൂ കണക്ക് പ്രകാരം തന്നെ 10,000ഓളം വീട്ടിൽ വെള്ളം കയറി. 1600ഓളം വീടുകൾക്ക് ഡാമേജ് സംഭവിച്ചിരുന്നു. കവളപ്പാറയിലും പരിസരത്തും ദുരന്തമുണ്ടായ അടുത്ത് ഏകദേശം 80ഓളം വീടുകളാണ് നാശം സംഭവിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം നമ്മൾ റെക്ടിഫൈ ചെയ്തു. 6 മാസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. സർക്കാർ അന്ന് നിശ്ചയിച്ചിരുന്ന ഇതേപോലെ അന്ന് ദുരന്തത്തിലേക്ക് സർക്കാർ പണം സ്വരൂപിച്ചിട്ടില്ല. വയനാട് ദുരന്തത്തിന് പണം സ്വരൂപിച്ചതുപോലെ നിലമ്പൂർ ദുരന്തത്തിനായി പ്രത്യേകം പണം ഒന്നും സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നില്ല. സർക്കാരിന്റെ ദുരന്ത നിവാരണത്തിനുള്ള ഫണ്ടാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ, വീടിനും 6 ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും വേണ്ടി നിശ്ചയിച്ചെന്ന് നൽകിയിരുന്നത്. ആ 10 ലക്ഷവും ഈ ഇരകളായ ആളുകളുടെ പോക്കറ്റ് മണിയായി ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ വയനാട്ടിൽ വന്നതുപോലെ തന്നെയുള്ള നിരവധിയായ സംഘടനകൾ, വ്യക്തികൾ അവിടെയും നമ്മളെ സമീപിക്കുകയും നമ്മൾ അങ്ങോട്ട് സമീപിക്കുകയും ചെയ്ത് പലരും സ്ഥലം തന്നു, പലരും വീടിന്റെ പണം തന്നു. സർക്കാർ തന്ന പൈസ അവർക്ക് ജീവിക്കാനുള്ളൊരു ജീവിത മാർഗമാക്കി നമുക്ക് കൊടുക്കാൻ സാധിച്ചു. പക്ഷേ ഇവിടെ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ പറയുന്ന 776 കോടി രൂപ സർക്കാരിന്റെ കയ്യിലുണ്ട്. സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് 404 ഈ പറയുന്ന ഇരകളെയാണ്, മരണം സംഭവിച്ച് വീട് നഷ്ടപ്പെട്ടവർ. കോമൺ സെൻസ് എന്ന് പറയുന്ന നമ്മളെന്തായ പ്രായോഗിക ബുദ്ധിയിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. ഈ 776 കോടി ഹരിക്കണം 404, ഏകദേശം 1,70,00,000 രൂപ വെച്ച് ഒരാൾക്ക് കൊടുക്കാനുള്ള പണം കേരളത്തിലെ എന്താ പറയാ മനുഷ്യപ്പറ്റുള്ള, മനുഷ്യരോട് കടപ്പാടും സ്നേഹമുള്ള സുമനസ്സുകൾ കൊടുത്ത പൈസ കയ്യിൽ നിൽക്കുകയാണ്. ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നതാണ്. കാരണം ഇവിടെ ഇരയാക്കപ്പെട്ടവരിൽ മിക്കവരും പൂർണ്ണമായും ഫാമിലി നഷ്ടപ്പെട്ടവരുണ്ട്, പകുതി മുക്കാൽ നഷ്ടപ്പെട്ടവരുണ്ട്. സ്വാഭാവികമായിട്ടും വയനാടിന്റെ ഒരു ചരിത്രം പരിശോധിക്കുന്ന ഇങ്ങോട്ടും നടന്ന കുടിയേറ്റം മുഴുവൻ നമ്മുടെ താഴെ ഈ പറയുന്ന നിലമ്പൂര്, വണ്ടൂര്, മലപ്പുറം, മുക്കം, അങ്ങോട്ടിറങ്ങിയാൽ നമ്മുടെ വടകര, കുറ്റ്യാടി ഈ പ്രദേശത്തുനിന്ന് 10, 25, 50 വർഷം മുമ്പ് കുടിയേറിയവരാണ്. പിന്നെ വന്നിട്ടുള്ളത് മുഴുവൻ തിരുവിതാംകൂറിനും കോട്ടയത്തുനിന്നും ചങ്ങനാശ്ശേരി നിന്നൊക്കെയാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ബന്ധുക്കളിൽ നല്ലൊരു ഭാഗവും ഇപ്പോഴും താഴെ പ്രദേശത്താണ് നിൽക്കുന്നത്. അന്ന് അവർ ഉന്നയിച്ചിരുന്നൊരു ആവശ്യം ഞങ്ങൾക്ക് തരാനുള്ള പണം തന്നാൽ ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചോളാം. സർക്കാർ ഒരിക്കലും അതിന് തയ്യാറായില്ല.